എന്റെ സാറേ, ഞാൻ പറയുന്നു, ഈ ജോൺസനെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്ത് തരത്തില്ലയോ? എത്ര ദിവസമായി ജോൺസൺ ഇത്? ഇന്നുകൊണ്ട് തീർക്കാം സാറേ. ജോൺസൺ, ഹോസ്റ്റലിലെ കുട്ടികൾ നാളെ രാവിലെ എത്തും. വന്നോട്ടെ, ഇന്നുകൊണ്ട് പണി തീർത്തല്ലേ, നാളെ രാവിലെ കുട്ടികൾ വരുന്നു, ഉദ്ഘാടനം ചെയ്തു. സാറ് ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഓ ശരി. ഏത് നേരത്താണോ ഈ ഹോസ്റ്റലിന്റെ പണി എടുക്കാൻ തോന്നിയത്? ഡിസംബർ 8 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൊന്നനിയ, വല്ലപ്പോഴും എങ്കിലും ഒരു ഉപമ പറഞ്ഞോട്ടെ, അതിനകത്തേരി കോമഡി അടിക്കല്ലേ. പ്രതീക്ഷ ചിരിയിട്ട് വീണതുമില്ല. അവര് വിളിച്ചു പറഞ്ഞേക്കുന്നത് ഇന്ന് വൈകിട്ടോണ്ട് പണി തീർക്കണം. നീ കേട്ടാണല്ലോ. ഞാൻ വിചാരിച്ച പണി തീരില്ല. എല്ലാരും വിചാരിച്ചാ പണി തീരത്തില്ല. പണി തീരണമെങ്കിൽ വൃത്തിയായിട്ട് പണി തന്നെ ചെയ്യണം. അതിന് പണിക്കാരെവിടെ? അനീഷ്, സുമേഷ്, രമേഷ് ഇപ്പൊ തന്നെ എത്തത്തില്ലേ? എന്റെ ദൈവം, ആ വായി നോക്കികളാണ് വിളിച്ചേക്കണത്. ആരോട് ഈ പറയുന്നത്? തൊട്ടപ്പുറത്തെ വീട്ടിലെ കുളിപ്പറയത് നാട്ടുകാരെ പിടിച്ച് തെങ്ങ കെട്ട് നീ അവരെ വായി നോക്കി വിളിക്കുന്നത്. പിന്നൊരു കാര്യം, അവന്മാരിവിടെ വന്ന് പണി പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നമ്പരൊക്കെ ഇട്ടിട്ട് അമ്മനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും. സപ്പോർട്ട് ചെയ്ത് കൂടെ ഇതോണം. അപ്പൊ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അതെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ചെയ്തതാ, എന്നിട്ട് മെയിൻ റോള് തരാം കേട്ടോ. വരുന്നുണ്ട്. മാടപ്രാവുകളെ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ. എൻട്രി സോങ്ങും ഡാൻസും ഒക്കെ ഗംഭീരമായിരുന്നു. ഈ സമയത്തെങ്കിലും ഒന്ന് വന്ന് കേറാൻ തോന്നിയല്ലോ. അങ്ങനെ പറഞ്ഞേ അല്ലാതെ അൺട്രാക്കൊക്കെ ഞങ്ങളെ അങ്ങ് മറന്നോട്ടോ. ഞാൻ എവിടെ മറന്നടാ? ഈ നാട്ടിൽ എന്തൊരു പണിയുണ്ടെങ്കിലും കൃത്യമായിട്ട് നിനക്ക് വിളിച്ചാൻ തരത്തില്ലയോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, പണി ഉണങ്ങിക്കോ. അൺട്രാക്കേ, എന്ത് ഈ ഫ്ലോർ അടിക്കാനായിട്ട് റെഡ് ഓക്സൈഡ് ഏത് കളറാ മേടിക്കണ്ടേ? മജന്ത. മജന്തയോ? അല്ലെ പർപ്പിള് മേടി. അയ്യോ, പർപ്പിളിൽ നിന്നും കടയിൽ ചെന്ന് പറയുന്നത് തെറിയായി പോകും. നിങ്ങള് കാര്യം പറഞ്ഞോക്കെ പണി ഇന്നുകൊണ്ട് പണി തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നാളെ ഇവിടെ ആള് വരത്തില്ലേ? അതെ. എന്തോ മണം പിടിക്കുന്നത്? അല്ല, ഈ ലേഡീസ് ഹോസ്റ്റലായിട്ട് പെണ്ണുങ്ങളൊന്നും ഇല്ല ഇവിടെ. പെണ്ണുങ്ങളോ? എന്തായാലും ടൂറിസ്റ്റ് പെണ്ണുങ്ങൾ കുറച്ചുപേരും നാളെ വരും. നാളെ വരാം. അതല്ല, കുറച്ചു പേര് നാളെ വരും, ബാക്കിയുള്ളവർ വൈകിട്ട് വരും. എന്നാ പോയിട്ട് വൈകുന്നേരം വരാം. വൈകിട്ടെന്ന് പറയുമ്പോ ഉച്ച തൊട്ട് 4 മണി തൊട്ട് കുറച്ചുപേർ ഇങ്ങനെ വരും. റൂം സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ എനിക്ക് കൺട്രാക്ടിനോട് ഒരു സീരിയസ് കാര്യം പറയാം. തനീഷേ, എന്നെ പോലെയല്ല അവര് ഈ പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോ ഇച്ചിരി അറിയാല്ലേ. അപ്പൊ നമ്മൾ ഒരു പക്ഷേ പണി ഇച്ചിരി നൈറ്റ് വരെ പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൃത്യമായ തച്ചുകൂലി തരും. അല്ല കൺട്രാക്ടേ, എന്തായാലും പെൺകുട്ടികളൊക്കെ വരും. അപ്പൊ ചിലപ്പോ പണി നൈറ്റ് വരെ കൂടും. പേയ്മെന്റ് എനിക്ക് വേണ്ട. ഇന്നത്തെ പേയ്മെന്റ് എനിക്ക് വേണ്ട. അത് കൺട്രാക്ടിനൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ഞങ്ങൾ വിളിച്ച പണിക്ക് വരില്ല, ഞങ്ങൾ സമയത്തിന് വരില്ല, അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടി ഈ പണി ഞാൻ ഫ്രീ. അവിടോ അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെ ഞാൻ ഫ്രീ ആണ്. പിന്നീട് കൂലി ചോദിച്ചാൽ തച്ചാ കുച്ചാ പറഞ്ഞോണ്ട് വരും. അപ്പൊ ഇന്നത്തെ പണിക്ക് നിങ്ങൾക്ക് തച്ചുകൂലി ഇല്ല. അപ്പൊ പണി തുടങ്ങിക്കോ. വണ്ടിക്കാരിൽ ഓടുപോട്ടെ എവിടെ വന്ന് കിടക്കുന്നത്? ആരും ഉണ്ടേ? ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളും ഇല്ല, ആരും ഇല്ല. അതൊന്നും ആരെങ്കിലും കൊണ്ടായിരുന്നെങ്കിൽ ഒരു രസമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലേഡീസ് ഹോസ്റ്റലിൽ മുഴുവൻ പെൺകുട്ടികൾ നമ്മളിങ്ങനെ പെയിന്റ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊലുസിന്റെ കിലുക്കം, 2 വളകൾ ചേർന്ന് കൂട്ടിയിരിക്കുന്ന ഒരു മർമ്മരം, അവരുടെ കുശുകുശിയുള്ള സംസാരം, ഒളിഞ്ഞുള്ളൊരു നോട്ടം, എന്ത് രസമായിരുന്നല്ലേ ഇതിന്റെ ഇടയിൽ നിന്ന് പെയിന്റ് അടിക്കാൻ. അതെ, ഒരു സ്ലൈഡ് എങ്കിലും കിടപ്പുണ്ടാണെങ്കിൽ ഓർത്തെങ്കിലും നമുക്ക് പെയിന്റ് അടിക്കാം. രമേശണ്ണ, നമ്മളിവിടെ പെയിന്റ് പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടത്തെ പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പുളകിതയായി നമ്മുടെ മുന്നിൽ കൂടി നടന്നാൽ എന്ത് രസമായിരിക്കും. കൊട്ടാരക്കെട്ടിലെ അന്തപുരത്തിലെ മോഹം അതിമോഹം, കോമൽക്കിനാവിന്റെ മോതിരം ചാത്തിയ മോദം പ്രിയമോദം, നിന്നോളമണയുന്നിതാ നിൻരാഗ ശ്രീരാഗമണിയുന്നിതാ, മഴവില്ലിന്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ, അഴകേഴും നിന്നിൽ കണ്ണും വെച്ചു പൊന്നാരേ, പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളേ, അക്ഷരപ്പൂവിൽ തേൻകൂടം വാർന്നു സുന്ദരി പെണ്ണാളേ, മഴവില്ലിന്റെ വർണ്ണങ്ങൾ
എന്താ അവര് പോയാ പെണ്ണുങ്ങളൊക്കെ പോയാ അവിടെ വിളിച്ചേറ്റിയത് മോശം പരിപാടി കാണിക്കല്ലേ ഏത് പെണ്ണുങ്ങളെ വിളിച്ചേറ്റി സ്വപ്നം കണ്ടതാന്ന്. സ്വപ്നം എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ ഹോസ്റ്റലിന്റെ പണിയൊന്ന് തീർത്തു തരണമെന്ന്. അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നശിപ്പിക്കരുത്. പോയി പണി ചെയ്യ്. വൈകിട്ട് പെണ്ണുങ്ങൾ വരുമ്പോ അവർക്ക് റൂം കാണിച്ചു കൊടുക്കണ്ടേ? പോയി പണി ചെയ്യ്, പോ. നീ അതെ 9864 എന്താടാ എന്താടാ എന്താ 98624. ആര് ഏത് നയന? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ 98624? എടാ എന്റെ പെണ്ണുമ്പുള്ളിക്ക് ഒരു നമ്പർ പറഞ്ഞു കൊടുത്ത 9864. ജോലി പോ. 9864 ഏത് 9? അതല്ല നമ്പർ പറഞ്ഞപ്പോ തെറ്റതാ. 98462441. കാണിച്ചത് കണ്ടോ? എന്റെ പെണ്ണുമ്പുള്ളായിട്ടുള്ള ജീവിതം നിങ്ങൾ പെയിന്റ് കലക്കുന്ന പോലെ കലക്കി നശിപ്പിക്കരുത്. കൃത്യമായിട്ട് ജോലി. ഇവിടെ പെണ്ണുങ്ങൾ ഏത് സമയം വന്ന് കയറും. തൊഴുവ പ്ലീസ്. അതേ എവിടെ വരുമെന്നാണ് പറയണത്? വിളിക്കുന്നു ഈ ഹോസ്റ്റലിലെ മാഡത്തിന്റെ കൂട്ടുകാരി വിളിക്കുന്നു. അവിടുത്തെ കുട്ടി ഇവിടെ വരുന്നത്. പറയുന്നത് നിങ്ങളോട് കേൾക്കാം. നിങ്ങൾ ഈ സീരിയസ് മാഡം. ഹലോ, ആ അവിടുത്തെ പണിയൊക്കെ തീർന്നോ? എന്തോ പറയണം? തീർന്നൊന്ന് ചോദിക്കുന്നു. തീർന്നു മാഡം. ആണല്ലേ? പുതിയ പെയിന്റ് പണിക്കാരൊക്കെ വന്നോട്ട് വന്നായിരുന്നോ? വന്നിട്ടുണ്ട്. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇന്നാണ് വരാനിരുന്നേ. ഇനി പണി തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ നാളെ വന്നാ മതിയോ? ഇന്ന് വരാൻ പറ. മാഡം പോന്നോളൂ. ഇറങ്ങിയോ? അവരിന്ന് വരും. അവരുടെ മോക്ക് ഇവിടെ റൂം സെലക്ട് ആയുള്ള പിള്ളേരെല്ലാം വരും. പെട്ടെന്ന് തീർത്ത് എന്നിട്ട് കാല് പിടിക്കാൻ എത്രയും പെട്ടെന്ന്. അയ്യോ അടച്ചു. ഇതാണ് ലേഡീസ് ഹോസ്റ്റലിൽ പെണ്ണുങ്ങൾ വന്ന് ചാരി നിൽക്കുന്ന ചുവര്. അവർക്കൊരു താങ്ങായിട്ട് എന്റെ കൈ ഇവിടെ ഇരിക്കട്ടെ. താങ്ങി നിർത്താനായിട്ടൊരു കൈ വേണമല്ലോ. താങ്ങുന്ന അങ്ങനെയല്ല, അന്നെ കാണിച്ചു തരാം. താങ്ങുന്നെന്ന് വെച്ച് കഴിഞ്ഞാ എങ്ങനെയാണ് താങ്ങുന്നത്? അങ്ങനെയാണ്. ഇങ്ങനെ. എന്നാ പിന്നെ അങ്ങ് വാനക്കോട്ട് നീന്തി വന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞൻ. എവിടെ പോയി? എവിടെ പോയായിരുന്നു? ഞാൻ അർജന്റായിട്ടൊന്ന് ബാത്റൂമിൽ പോയ. ബാത്റൂം പുറത്തുണ്ടല്ലോ. അല്ല അതിപ്പോ അകത്തായാലും നീ എന്തിനാ അതിന്റെ കയറി പോയത്? നീ എന്തിനാ അതിന്റെ അകത്ത് കയറി പോയത്? ബാത്റൂമിൽ പോയിക്കൂടെ? എനിക്ക് ബാത്റൂമിൽ പോയെന്ന് പറയുമ്പോ എന്തോ കള്ളത്തരമുണ്ട്. എന്തോ കള്ളത്തരമുണ്ട്. പറടാ. സംഭവം വേറെ ഒന്നുമല്ല. ബാത്റൂമിൽ പോയി ഞാൻ നമ്പർ എഴുതി വെച്ചു. പിടിച്ച് പ്രശ്നമായി. ഇനി കണ്ട്രാക്ക് വന്ന് നമ്മളെ പിടിക്കും. ഇള പിടിക്കൂലെന്ന്. പകൽ വെളിച്ചത്തിൽ അറിയാൻ പറ്റൂല. രാത്രി കറണ്ട് പോകുമ്പോഴേ കാണാൻ പറ്റൂ. പ്ലച്ചന കത്തിക്കും. ഫ്ലൂറസെന്റ് പേനൊക്കെ എഴുതിയ. നീ ആള് കൊള്ളാം കേട്ടോ. ബുദ്ധി കൊള്ളാം. ഇതെന്താ സംഭവം? ഇതെന്താ? ഇത് കൈത്താങ്. കൈത്താങ്ക. എനിക്ക് ഇരിക്കട്ടെ 2 താങ്ങ്. എന്റെ താങ്ങ് ഇരിക്കട്ടെ, നിന്റെ താങ്ങ് മാത്രം. ഹായ് 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 ഹായ്. ഞാനാ ഒരു ഡിസൈനിൽ താങ്ങി കൊള്ളൂലേ? ഹായ് 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 ഹായ്. ആരാ ഈ പണി കാണിച്ചത്? ഈ പണി ഈ ഫിറ്റേൽ ആരാ കാണിച്ചത്? പറഞ്ഞോ. ആരാ കാണിച്ചത്? ഇവൻ തുടങ്ങി. ഇവൻ അവസാനിപ്പിച്ചു. ഇവ ഇടക്കേറി അടിച്ചു. എന്തോ അത് ചെയ്തു വെച്ചേക്കുന്നത് കലക്കി സൂപ്പർ സാരം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹാൻസം ക്രിയേറ്റിവിറ്റി കാണുന്നത്. എന്തൊരു ക്രിയേറ്റിവിറ്റി? ഹാൻസം ക്രിയേറ്റിവിറ്റി. നല്ല ആർട്ട് വർക്ക്. മിക്കവാറും ഇത് കണ്ടിട്ട് അടുത്ത വർക്ക് വരാൻ വഴിയുണ്ട്. പണിയെല്ലാം തീർന്നല്ലോ. പണി ഇനി കിടക്കല്ലേ? എവിടെ പെൺകുട്ടികൾ എത്തിയാ? പെൺകുട്ടികൾ നേരത്തെ അവിടെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ എത്തി. അവരിപ്പോ വരും. പെട്ടെന്ന് അടിക്കാം. പിന്നെ വേറെ പണിയൊന്നും ആവരുത്. തലച്ചോറ് ഇവിടെ 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 വഴിയറിയാതെ തലച്ചോറ് ഞാൻ ബാക്കിലടിക്കാം. ഞാൻ ഈ ബോർഡർ പിടിക്കാം. പോയി അടിക്കാം. ൂകളെ
ഹോസ്റ്റലിലെ പണി ഫുള്ള് തീർന്നിട്ടുണ്ട്. താഴെ 4 റൂമും മേളിൽ 10 റൂമാണ്. ഏതൊക്കെ റൂമാ വേണ്ടത് സെലക്ട് ചെയ്തു. ഡോറിന്റെ മേളിൽ നമ്പർ ഉണ്ട്, അതെന്റെ അടുത്ത് ഒന്ന് പറയണം. ചലോ ചെല്ലോ പോയി നോക്കിക്കോ. ഒറ്റ കയറി ബാത്റൂം എല്ലാം കയറി നോക്കി. അത് കണ്ടൊക്കെ കോപ്പിൽ ഇടപാടായി പോയല്ലോ. ഓപ്പിനടപാടുന്നു എന്നോടോ? എന്നെ വർത്താനോടോ? ഈ ലേഡീസ് ഹോസ്റ്റലിൽ പിന്നെ ഈ ആണുങ്ങളെ കയറ്റിയേക്കണ എന്തിനാ? ലേഡീസ് ഹോസ്റ്റലോ? അത് വിമൻ ഹോസ്റ്റലല്ലേ? ആര് പറഞ്ഞു വിമൻസ് ഹോസ്റ്റൽ? കൺട്രാക്ട് പറഞ്ഞില്ല വിമൻ ഹോസ്റ്റലിൽ പെയിന്റ് അടിയുണ്ട് പറഞ്ഞു. എപ്പോ പറഞ്ഞു? കൺട്രാക്ട് പറഞ്ഞായിരുന്നു വിമൻസ് ഹോസ്റ്റലിൽ പണിയുണ്ട്. വിമൻസ് ഹോസ്റ്റലിന്റെ എത്തിക്സിന് നേരാത്ത കാര്യമാണ് കൺട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ എത്തിക്സ് എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നെ പണിക്ക് വിളിച്ചപ്പോ എന്തോ പറഞ്ഞേ? വിമൻസ് ഹോസ്റ്റലിൽ പണിയുണ്ടെന്ന് പറഞ്ഞോ? അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺട്രാക്ട് ഒന്നും മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. വിമൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞല്ലോ. വി എന്ന് പറയുന്നത് വിക്രമൻ. വിക്രമണ്ണം നടത്തുന്ന മെൻസ് ഹോസ്റ്റൽ. വി ഫോർ വിക്രമൻ. വി മെൻസ് ഹോസ്റ്റൽ. ഈ മെൻസ് ഹോസ്റ്റലിൽ ഞാൻ ആണുങ്ങളല്ലാതെ പിന്നെ പെണ്ണുങ്ങളെ വിളിച്ച് കയറ്റാൻ പറ്റുമോ? ഒരു പെണ്ണിനോട് നിങ്ങൾ സംസാരിക്കണത് ഞങ്ങൾ കേട്ടല്ലോ. എന്ത് ഫോണിക്കണേ അത് അവരുടെ മോനുണ്ട് ഇവിടെ. ദേ കയറിപ്പോയ മുടി വളർത്തി ഇറക്കൽ അവരുടെ മോനാണ്. എന്ത് കുഴപ്പമുണ്ടോ? എന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഇത് മെൻസ് ഹോസ്റ്റലാണ്, മെൻസ് ഹോസ്റ്റലാണ്, മെൻസ് ഹോസ്റ്റലാണ് 3 പ്രാവശ്യം. ബാക്കിയോട് ഓടി വരാൻ പണി അറിയാമോ? ഓടി വരുന്ന പണിയുണ്ട്, പണി പെട്ടെന്ന് തീർന്ന്. ഇനി ആ പൈസ എങ്ങനെന്താ? പൈസയ പിന്നെ ഇത്രയും പണി ചെയ്തില്ലേ? വന്നപ്പോ അങ്ങനല്ലല്ലോ പറഞ്ഞേ. തച്ചുകൂലി വേണ്ടാന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി അച്ചാകൂച്ചി പറയലെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. പൈസ തരത്തേ ഇല്ല. എടാ നീയൊക്കെ പണി കൊണ്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് നീ കാരണം എന്തുമാത്രം പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെങ്കിലും നിങ്ങളെ തച്ചുകൂലി കൊണ്ട് എനിക്കൊരു ലാഭം ഉണ്ടാവട്ടെ. നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ പല നമ്പർ വിട്ട്. എങ്ങനെയുണ്ട് ജോൺസന്റെ ഈ പണി? നല്ല സൂപ്പർ പണി. താങ്ക് യു.